ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഫോർ യു. നമ്മളിവിടെ കല്യാണം കൂടാൻ വന്നതാണ്. എൻ്റെ സ്വന്തം കസിൻ്റെ, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകൻ്റെ കല്യാണം കൂടാൻ അങ്ങ് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് പെണ്ണ്. അപ്പോൾ ഓക്കെ, ഫംഗ്ഷൻ തുടങ്ങണുള്ളൂ. രാവിലെ നമ്മളൊരു 7 മണി 7:30 ഇവിടെ എത്തി. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെന്തൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇനി കാണാം, എല്ലാവരും കാണിച്ചു തരാം. ഇൻഷാല്ലാ അടിപൊളിയാക്കാം. ഫ്ലാഷ് ബാക്ക്. എങ്ങോട്ടാ പോണേ? എങ്ങോട്ട്? തിരുവനന്തപുരത്തേക്കോ? എന്തിന്? ആരാ കല്യാണം? ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മളെടുത്തു. ഓക്കെ, തേങ്ങയും പുളിയൊക്കെ ഇവിടെ കിടക്കണം. ഗൈസ്, നമ്മള് കല്യാണം കൂടാൻ തലസ്ഥാനത്തേക്ക് പോകുന്നു. അയൽവാസിനോടൊക്കെ പറഞ്ഞിട്ട് പോകണം. സ്കൈലൈൻ 12B. ഗൈസ്, നമ്മളിവിടുന്ന് ബസ്സിനാണ് പോണത്. നമ്മൾ 2 ബസ്സിന് 50 സീറ്റുള്ള 2 ബസ്സിനാണ് പോകുന്നത്. നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് എല്ലാവരും ബസ്സിന് പോകണത്. നമുക്ക് വണ്ടിയിൽ മൊത്തം ലോഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും കൂടി ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. എല്ലാവരും വരുന്നുണ്ട്. ഗൈസ്, ഇത് മൂത്ത അമ്മോൻ്റെ വീട്, ഇത് രണ്ടാമത്തെ അമ്മോൻ്റെ വീട്. നിങ്ങൾ ഓട്ടോറിക്ഷയിലാ തിരുവനന്തപുരത്തേക്ക്? ലഗേജ് ഗൈസ്, ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ ലഗേജ് ബസ്സിനാണ് കൊണ്ടുപോവാണ്. ഇതിന്റെ മൂത്തമ്മാന്റെ മോന്. ഗൈസ്, ഇതാണ് ചെറിയ അമ്മോന്റെ വീട്. ഇതിന്റെ വേറെ കസിൻ, അവൻ ബീച്ചിൽ പോകണം, കോവളം ബീച്ച്. ഗൈസ്, അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചൊച്ചു പോകണോ? കാണിച്ചട്ടിയാ മുറി ചോര കണ്ട് ശുഭലക്ഷണം. ഗൈസ്, ബസ് വന്നു ഗൈസ്. വേഞ്ചലി ആ ചെല്ലി. ബസ്സിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഇതെല്ലാം എന്റെ കസിൻസ് ആട്ടോ. ഇതൊക്കെ എന്റെ കസിൻസ് ആണ് എല്ലാം. ഗൈസ്, നമ്മളിപ്പോ ഇവിടുന്ന് ബസ് എടുത്തിട്ടുണ്ട്. ഇനി രാവിലെ ഒരു എത്ര മണിക്ക് എത്തുക? രാവിലെ ഏകദേശം ഒരു സമയമാകുമ്പോ നമ്മളെത്തും. 7 മണിക്കാകുമ്പോ നമ്മളെത്തും. എല്ലാവരും ഉണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് പോയത് 2007-ലാണ്. 2007 ശേഷം എന്റെ 5ാം വയസ്സിലാണ് ഇതേപോലെ ഞങ്ങൾ ഒന്നിച്ച് ഈ ഒരു ഫാമിലി പോയിട്ടുള്ളത്. ഇതിന്റെ ഉമ്മാന്റെ ഫാമിലിയാണ്.
ഗൈസ് എല്ലാവരും ഡാൻസ് എല്ലാം കളിച്ച് എല്ലാം വൈബൊക്കെ അടങ്ങി ഒക്കെ ക്ഷീണിച്ചാണ്. നമ്മൾ ഏകദേശം രാവിലെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എത്തും. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് നിന്ന് കാണാം. അപ്പോൾ ഓക്കെ. ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 7:30 മണിക്ക് ഇവിടെ ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ റൂമുണ്ട്. റൂമിൽ നിന്ന് ഫ്രഷ് ആവാം. 11 മണിക്ക് നിൽക്കാണ്. 3 hours later. ഗൈസ് നമ്മൾ ചെറിയ ഫാമിലി ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടതാ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. എല്ലാവരും കൂടി ഇയാള് വരുന്നുണ്ട് കാര്യം ഇത്ര നേരം. നമ്മളെ ചെക്കൻ വന്നു ഗൈസ്. കഴിഞ്ഞ 1.5 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അവസാനം ചെക്കൻ വന്നു. ഉമ്മാരെ ഇറങ്ങിയ ശേഷം നേരെ കൊളത്തേക്കിടാണ്. മതി പോരെ. മന്മഥ ഇപ്പൊ നമ്മളെ കുടുംബക്കാരനേക്കണേ. മുതൽ മന്മഥ നമ്മളെ സ്വന്തം കുടുംബക്കാരൻ. ടി വി ഒക്കെ കാണുമ്പോ മന്മഥ കാണുമ്പോ മന്മഥ നമ്മളെ ചെക്കന്റെ ആപ്പായിട്ട് വരും. ചെക്കന്റെ ആപ്പായിട്ട് മന്മഥൻ വരും. മാറോ സെക്യൂരിറ്റി സെക്യൂരിറ്റി. ഹൗസിൽ സൈദല വിഹാജിയുടെയും ഹരീസ ദമ്പതികളുടെയും മകൻ ഫഹീമും തങ്ങളുള്ള നിക്കാഹ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ നടത്താൻ പോവുകയാണ്.
शोर तू मेरी ओर चल निकला चढ़ी प्रेम लोर और दिल के चोर कर मेरी വിശന്ന് പണ്ടാറടങ്ങി. എന്തൊരു വിശപ്പോ, വൻ വിശപ്പ്, വൻ ചൂടും. ഇവിടെ പിന്നെ ഉള്ളിൽ ഏസിൻ്റെ പുറത്തിറങ്ങിയാൽ വൻ ചൂട്. ഫുഡ് കഴിക്കാതിരുന്നാണ്. ഫുഡ് കഴിച്ചിട്ട് തരാം, നല്ല വിശക്കുണ്ട്. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ഫുഡായിരുന്നു, അടിപൊളി സർവീസ് ആയിരുന്നു. അതേപോലെ നമ്മളെ മന്മഥനെ കണ്ടല്ലോ എല്ലാവരും. മൂപ്പരെ പേര് ശരിക്കും റിയാസ് എന്നാണ്, റിയാസ്ക. അടിപൊളി മനുഷ്യനാണ്. മൂപ്പരെ എങ്ങനെ റിലേറ്റീവ് എന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ. ബ്രൈഡിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, യെസ്, അങ്ങനെ തന്നെ. അപ്പോൾ മന്മഥൻ റിയാസ്ക ഇപ്പോൾ നമ്മളെ റിലേറ്റീവ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി മനുഷ്യനാണ്. അടിപൊളി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മനുഷ്യൻ, നല്ല സ്വഭാവം. ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് ഇത്രയ്ക്കും നീറ്റ് സ്വഭാവം. നമ്മളെ കൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി, ലൈക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്നുള്ളൂ, നിങ്ങൾ ഇരിക്കുക, അങ്ങോട്ടൊക്കെ ഭയങ്കര ഒരു അടിപൊളി മനുഷ്യൻ, സൂപ്പർ. ലൈക്ക് നമ്മൾ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് മൂപ്പര്. എൻ്റെ ഉപ്പൊക്കെ മൂപ്പര് ഭയങ്കര ഫാനാണ്, നല്ല മനുഷ്യനായിരുന്നു. ഉള്ള പരിപാടി ഇവിടുന്ന് നേരെ പെണ്ണിൻ്റെ വീട്ടിൽ പോവുക. അവിടെ നിന്ന് ജസ്റ്റ് നമുക്കുള്ള വീട്ടുകാർക്ക് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ രാത്രി ഓഫ് ടു മലപ്പുറം, നേരെ മലപ്പുറം. അപ്പോൾ ഓക്കെ, ഇനി പെണ്ണിൻ്റെ വീട് ഓഫ് ടു മലപ്പുറം. അതോടുകൂടി ഈ വ്ളോഗ് അവസാനിക്കും. ഓക്കെ, നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ റിസപ്ഷന്, അത് കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മളെ വീട്ടിൽ പോവുക. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ലെങ്ത്ത് ഇനി കുറവായിരിക്കും, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുക, എന്നിട്ട് നേരെ രാത്രി ബസ് കയറുക, രാവിലെ മലപ്പുറം. അപ്കമിങ് ചെക്കൻ റിസും കല്യാണാലോചന ക്ഷണിക്കുന്നു. ഇപ്പൊ അടുത്ത് സിയെ കിട്ടും എന്ന് പറയുന്നുണ്ട്. കിട്ടും എന്നുള്ള ഉറപ്പാണ്. കിട്ടാതെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങൂല. യെസ്, ഇൻഷാല്ലാ. അതെ. ഇതാണ് പെണ്ണിന്റെ വീട്. നമ്മളിനി ഇവിടുന്ന് ചെറിയ റിസപ്ഷൻ, ഫുഡ് കഴിക്കുക, നേരെ തിരിക്കുക. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. എൻ്റെ കസിൻ ഫറാസ് സോന. ഞങ്ങൾ ടയർഡായിട്ടില്ല ഗൈസ്, പക്ഷേ ചെറുതായിട്ട് ടയർഡ് ആവുന്നുണ്ടോന്നൊരു ഡൗട്ട് ഇല്ല. അതായത് ഇവിടുന്ന് ഫുഡ് കഴിക്കുക, തിരിക്കുക. ഓക്കെ ഗൈസ്, ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട്. ഫുഡിന് എങ്ങനെ കഴിക്കും നമ്മള്? ഒന്നാമത് തിരുവനന്തപുരം തന്നെ ഭയങ്കര ചൂട്. ഈ വീടിൻ്റെ ഉള്ളിൽ അതിലാറ് ചൂട്. സീലിംഗ് ഫാനാ, വൻ ചൂടാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാ, അല്ലാതെ നിൽക്കൂല. ഭയങ്കര ചൂട്. കുട്ടികൾ വരെ ശോഭാകുലിതലാവാണ്. ഫുൾ ചൂടാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാ. അത് ഇവിടുന്ന് ഇറങ്ങണം, നല്ല ചൂട് ഗൈസ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ബസ് കയറുക, നേരെ വീട്ടിക്ക്. ഇതിൻ്റെ മറ്റൊരു കസിൻ ഫൗസിൻ. ഹായ് ഗൈസ്. ഇതിൻ്റെ വേറെ കസിൻ, ഇത് വേറൊരു കസിൻ. ഇഷ്ടംപോലെ കസിനാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്, ഇവിടെ നല്ല ഫാനുള്ളതുകൊണ്ട്. എന്തെങ്കിലും കട്ടുണ്ടോ ഇവിടുന്ന്? എന്താ ചെയ്യാനാണ്? കാലുണ്ട്. ഇവിടുന്ന് കിട്ടിയതൊക്കെ താങ്ങിക്കൊണ്ടു പോകാൻ. ഷുഗർ ഉള്ളവരൊക്കെ ആ കൗണ്ടറിൽ ഭയങ്കര സജീവമായിട്ടുണ്ട്. അതിലും വലുത് എന്റെ വാപ്പ ഷുഗർ 400ഒക്കെയാണ്. എന്നാലും അവിടെ മധുരം ശനിയാഴ്ച ആയതുകൊണ്ട് ഷുഗറിന് കുറച്ച് കുറവുണ്ട്. ശനി തിങ്കളും ഷുഗറിന് ലീവാണെന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കാണാം. യോ ഗൈസ്,
ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, എല്ലാവരും കമന്റ് ബോക്സിൽ ഹാപ്പി മാരീഡ് ലൈഫ് പറയും. കാണാം. ബൈ ഗായ്സ്. മലപ്പുറത്തേക്കുള്ള ബസ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ടു മലപ്പുറം. അപ്പോൾ മലപ്പുറത്തേക്ക് കാണാം. ഗായ്സ്, നമ്മളിതാ മലപ്പുറത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാ അവിടെ നമുക്ക് ഓലോടൊന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ചോദിച്ചിട്ട് നമുക്ക് വേഗം പോവാൻ. എങ്ങനെ ഉണ്ടായിനോ? അടിപൊളിയല്ലേന്നോ? ഓക്കെ. ഇനി അപ്പോൾ ഞാനിപ്പോൾ നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടീൻ്റെ ചാവി അതേപോലെ തന്നെ വീടിൻ്റെ ചാവി എടുത്തുകൊണ്ടിരണം. ഇനി ടൈമില്ല. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. ഇപ്പോൾ രാവിലെ 6 മണി സമയം. അപ്പോൾ ഓക്കെ, ഇനി വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആകെ പ്രാന്ത് കയറുന്നുണ്ട്. മലപ്പുറത്ത് തിരുവനന്തപുരത്തിന് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകില്ല. അതേപോലത്തെ അങ്ങ് റിട്ടേൺ വരില്ല. ആകെ ഒരു മന്ദപ്പിലാണ്. ഇനി നാളെ നമ്മളെ ഇവിടുത്തെ കല്യാണം. അപ്പോൾ ഓക്കെ, ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.